എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മൾ 10ാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും. അപ്പൊ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പ്രിസത്തിൽ കൂടെ എങ്ങനെയാണ് ലൈറ്റ് റേ കടന്നു പോകുമ്പോൾ അവിടെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്, സ്പ്ലിറ്റ് ചെയ്യുന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞിരിക്കുന്നത് മഴവില്ലിനെ കുറിച്ചാണ്. മഴവില്ല് അല്ലെങ്കിൽ റെയിൻബോ നമ്മളെല്ലാവരും കാണുന്നതാണല്ലോ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് മഴവില്ല് കാണാൻ അല്ലേ. മഴവില്ല് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അല്ല മഴവില്ല് എവിടെയാണ് കാണപ്പെടുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ചാപ്റ്റർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, നേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്ററാണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രകൃതിയായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ സാധിക്കും, നമ്മുടെ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ സാധിക്കും കേട്ടോ. അപ്പം ആ ഒരു ഇൻട്രസ്റ്റോട് കൂടി നിങ്ങൾ പഠിക്കാനിരിക്കുക. അപ്പൊ നമുക്ക് നോക്കാം മഴവില്ല് എങ്ങനെയാണ് ഉണ്ടാവുന്നത്. അപ്പൊ മഴവില്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം മഴവില്ല് എന്താന്നുള്ളത് അല്ലെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മഴവില്ല് എപ്പോഴാണ് സാധാരണയായിട്ട് കാണപ്പെടുന്നത്? മഴ കഴിഞ്ഞതിന് ശേഷം അല്ലെ. മഴ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആകാശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില സിറ്റുവേഷൻസ്, ചില സമയത്തുള്ള, എല്ലായ്പ്പോഴും കാണോ? ഇല്ല. ഏതൊക്കെ സിറ്റുവേഷൻസ് ആണെന്ന് പറയാൻ പറ്റുമോ? നല്ലവണ്ണം സൺ ഉണ്ടായിരിക്കണം, സൂര്യപ്രകാശം ഇല്ല. മഴ കഴിഞ്ഞതിന് ശേഷം നല്ലോണം സൂര്യപ്രകാശം വരുവാണെങ്കിൽ, നല്ല വെയിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആകാശത്ത് എന്ത് കാണാൻ സാധിക്കും? മഴവില്ല് കാണാൻ സാധിക്കും. അത് ഏത് ദിശയിലായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മഴവില്ല് കാണുന്നത്? സൂര്യൻ എവിടെയാണോ സൂര്യന്റെ ഓപ്പോസിറ്റ് കേട്ടോ, സൂര്യന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും നമ്മൾ മഴവില്ല് കാണപ്പെടുന്നത് അല്ലെങ്കിൽ റെയിൻബോ കാണുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ മഴ കഴിഞ്ഞതിന് ശേഷം എന്താണ്, നല്ലപോലെ വെയിൽ വരുവാണെന്നുണ്ടെങ്കിൽ സൂര്യൻ എവിടെയാണോ സൂര്യന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ത് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്ത് കാണപ്പെടുന്നത്? റെയിൻബോ കാണപ്പെടുന്നത്. മനസ്സിലായല്ലോ. അപ്പം നല്ല സൂര്യപ്രകാശം ഉള്ളപ്പോൾ സൂര്യന്റെ എതിർദിശയിൽ അന്തരീക്ഷത്തിൽ വെള്ളത്തിന്റെ പ്രസൻസ് ഉള്ളെങ്കിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? റെയിൻബോ കാണാൻ സാധിക്കും. അതായത് മഴ കഴിഞ്ഞതിന് ശേഷം എന്താണ്, അന്തരീക്ഷത്തിൽ ജലകണികളില്ലേ, വാട്ടർ ഡ്രോപ്ലെറ്റ്സുകളുണ്ട്. ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സിലേക്ക് എന്താണ് സംഭവിക്കുന്നത്? അന്തരീക്ഷത്തിൽ കുറെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ട്. അതിലേക്ക് എന്താണ്, സൺലൈറ്റ് വന്ന് വീഴുവാണ്. സൺലൈറ്റ് വന്ന് വീഴുമ്പോൾ ആ വാട്ടർ ഡ്രോപ്ലെറ്റ്സിൽ ചില ഫിനോമിനാസ് നടക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് റെയിൻബോ കാണപ്പെടുന്നത്. മനസ്സിലായല്ലോ. അപ്പം ആർട്ടിഫിഷ്യൽ ആയിട്ട് നമുക്ക് റെയിൻബോ ഉണ്ടാക്കാം. കണ്ടില്ലേ, ഈ കുട്ടി വെള്ളം സ്പ്രേ ചെയ്യുവാണ്. വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ എന്താണ്, വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടാവും. അപ്പൊ സണ്ണിന്റെ പൊസിഷൻ എവിടെയാണ്? സൺ ഇവിടെയാണ്. സണ്ണിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും റെയിൻബോ എപ്പോഴും ഉണ്ടാകുന്നത്. ഓർത്തനങ്ങോട്ട് അത് പോയിന്റ് ആണ്. റെയിൻബോ ഈസ് ഓൾവേസ് ഫോംഡ് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ സൺ. എപ്പോഴാണ്? സണ്ണിന്റെ എതിർദിശയിൽ, സൂര്യന്റെ എതിർദിശയിലായിരിക്കും എന്തുണ്ടാകുന്നത്? റെയിൻബോ ഉണ്ടാകുന്നത്. പ്രത്യേകം നോട്ട് ചെയ്തോണം. ക്ലിയർ ആയല്ലോ. അപ്പൊ സൂര്യന്റെ എതിർദിശയിൽ നമുക്ക് മഴവില്ല് കാണാന്ന് പറഞ്ഞു. മഴവില്ലിൽ എത്ര നിറങ്ങളുണ്ട്? നമ്മൾ പഠിച്ചതാണല്ലേ, വിബ്ജിയോർ എന്ന് പഠിച്ചതാണല്ലേ. വിബ്ജിയോർ അല്ലെ. വിബ്ജിയോർ എന്ന് പറയുമ്പോൾ എന്താണ്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അപ്പൊ ഇത്രയും നിറങ്ങൾ കാണും ഇല്ലേ. നോക്കിയാൽ വയലറ്റ് തൊട്ട് റെഡ് വരെയുള്ള നിറങ്ങൾ ഇല്ലേ. വയലറ്റ് തൊട്ട് റെഡ് വരെയുള്ള നിറങ്ങൾ നമുക്കിവിടെ മഴവില്ലിൽ കാണാൻ സാധിക്കും. ഇവിടെ 2 മഴവില്ല് കണ്ടോ? അതുണ്ട് കേട്ടോ. ശരിക്കും 2 മഴവില്ല് ചില സിറ്റുവേഷൻസിൽ ഉണ്ടാകാറുണ്ട്. അപ്പൊ അങ്ങനെ 2 മഴവില്ല് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് ഒന്നിനെ നമ്മൾ ഇതായിരിക്കും ശരിയായ റെയിൻബോ എന്ന് പറയുന്നത്, പ്രൈമറി റെയിൻബോ എന്ന് പറയും. ഇതിനെ നിങ്ങൾ സെക്കൻഡറി റെയിൻബോ എന്നൊക്കെയാണ് പറയുന്നത്. അതിൽ കളറിന്റെ ഓർഡർ ഉണ്ടോ? ഇവിടെ നോക്കിയാൽ താഴ്ഭാഗത്ത് റെഡ്, മേളിൽ വയലറ്റ് ആണ്. ശരിക്കും ഒറിജിനൽ റെയിൻബോയിൽ എങ്ങനെയാണ്? മേളുഭാഗത്ത് റെഡും താഴെ വയലറ്റും ആണ് വരേണ്ടത് കേട്ടോ. അപ്പം ഇത് സെക്കൻഡറി റെയിൻബോ എന്ന് പറയും. നിങ്ങൾ ഹയർ ക്ലാസ്സുകളിലേക്ക് വരുമ്പോഴായിരിക്കും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ എന്താണ്, മഴവില്ലിൽ എത്ര നിറങ്ങൾ ഉണ്ടായിരിക്കും? 7 നിറങ്ങളാണ്. വിബ്ജിയോർ ആണ് അതിന്റെ ഓർഡർ എന്ന് പറഞ്ഞിരിക്കുന്നത്. മഴവില്ല് എവിടെയാണ് ഉണ്ടാകുന്നത്? സൂര്യന് എതിർദിശയിലായിരിക്കും മഴവില്ല് ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വേർ വിൽ ബി ദ സൺ ബി വെൻ എ റെയിൻബോ ഈസ് സീൻ ഇൻ ദ ഈസ്റ്റ്? റെയിൻബോ മഴവില്ല് ഈസ്റ്റിൽ, അതായത് കിഴക്ക് ഭാഗത്ത് ഇല്ലേ, കിഴക്ക് ഭാഗത്താണ് റെയിൻബോ ഉണ്ടാവുന്നെങ്കിൽ സൺ എവിടെയായിരിക്കും? സണ്ണ് വെസ്റ്റിലായിരിക്കും ഇല്ലേ. സൺ എന്ന് പറഞ്ഞിരിക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും ഇല്ലെ. സണ്ണ് പടിഞ്ഞാറ് ഭാഗത്താവുമ്പോഴാണ് ഈസ്റ്റില് മഴവില്ല് കാണപ്പെടുന്നത്. മനസ്സിലായല്ലോ. ഇനി വാട്ട് അബൌട്ട് ദ പൊസിഷൻ ഓഫ് ദ സൺ വെൻ എ റെയിൻബോ ഈസ് സീൻ ഇൻ ദ വെസ്റ്റ്? റെയിൻബോ വെസ്റ്റിലാണെങ്കിലോ സൺ എവിടെയായിരിക്കും? റെയിൻബോ നമ്മൾ പടിഞ്ഞാറ് ഭാഗത്താണ് കാണുന്നതെങ്കിൽ സൂര്യന്റെ പൊസിഷൻ എവിടെയായിരിക്കും? ഈസ്റ്റിലായിരിക്കും ഇല്ലേ, കിഴക്ക് ഭാഗത്തായിരിക്കും സണ്ണിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. മോർണിംഗിൽ എവിടെയായിരിക്കും റെയിൻബോ കാണപ്പെടുന്നത്? ആലോചിച്ച് നോക്കിയേ. മോർണിംഗ് ടൈമിൽ റെയിൻബോ എവിടെയായിരിക്കും കാണപ്പെടുന്നത്? മോർണിംഗിൽ നമുക്കറിയാം സൺ എവിടെയാണ്? ഈസ്റ്റിലാണ്. അപ്പൊ റെയിൻബോ എവിടെയായിരിക്കും? റെയിൻബോ ഉണ്ടാവുന്ന എവിടെയായിരിക്കും? വെസ്റ്റിലായിരിക്കും.
അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. മോർണിംഗിൽ രാവിലെ റെയിൻബോ എവിടെയായിരിക്കും കാണപ്പെടുന്നത്? വെസ്റ്റിലായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഈവനിങ് ടൈമിലോ? ഈവനിങ്ങിൽ നമുക്കറിയാം സൺ എവിടെയാണ്? ഈവനിങ്ങിൽ സണ്ണ് വെസ്റ്റിലാണ് അല്ലെ? സണ്ണ് വെസ്റ്റിലാണ്. അതുകൊണ്ട് തന്നെ റെയിൻബോ അല്ലെ? റെയിൻബോ എവിടെയായിരിക്കും കാണപ്പെടുന്നത്? റെയിൻബോ ഈസ്റ്റിലായിരിക്കും കാണപ്പെടുന്നത്. ശരിയല്ല? വൈകുന്നേര സമയങ്ങളിൽ സൺ എവിടെയാണ്? ഈസ്റ്റിലായതുകൊണ്ട് സണ്ണിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും റെയിൻബോ കാണപ്പെടുന്നത്. അതായത് ഈവനിങ് സമയങ്ങളിൽ സണ്ണ് എവിടെയാണ്? വെസ്റ്റിലാണല്ലേ? പടിഞ്ഞാറ് ഭാഗത്താണ്. അതുകൊണ്ട് റെയിൻബോ കാണപ്പെടുന്നത് എവിടെയായിരിക്കും? ഈസ്റ്റിലായിരിക്കും. അപ്പൊ അതും പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. പ്രധാനമായിട്ട് ഓർക്കേണ്ട കാര്യം എന്താണ്? സൂര്യൻ എവിടെയാണോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും റെയിൻബോ ഉണ്ടാകുന്നത്. മോർണിംഗിൽ സൂര്യൻ ഈസ്റ്റിലായതുകൊണ്ട് റെയിൻബോ വെസ്റ്റിലായിരിക്കും. ഈവനിങ്ങിൽ സണ്ണ് എവിടെയാണ്? വെസ്റ്റിലായതുകൊണ്ട് റെയിൻബോ ഉണ്ടാകുന്നത് ഈസ്റ്റിലായിരിക്കും. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളുക. ക്ലിയർ ആയല്ലോ? ഇനി എങ്ങനെയാണ് ഈ റെയിൻബോ ഉണ്ടാകുന്നത് നോക്കാം. നമ്മൾ പറഞ്ഞ അന്തരീക്ഷത്തിൽ ഒരുപാട് ജലകണികളുണ്ട് അല്ലെ? ആ ജലകണികളിൽ ചില ഫിനോമിനാസ് ഒക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് റെയിൻബോ ഉണ്ടാകുന്നത്. ഇനി നമുക്ക് നോക്കാം ഈ റെയിൻബോ എങ്ങനെയാണ് ആകാശത്തുണ്ടാകുന്നത്. നോക്കിയാൽ നമ്മൾ പറഞ്ഞായിരുന്നു റെയിൻബോ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അന്തരീക്ഷത്തിൽ ജലകണികൾ ഉണ്ടായിരിക്കണം. അതായത് മഴ പെയ്തതിന് ശേഷമല്ല, മഴ പെയ്തതിന് ശേഷം എന്താണ് പ്രത്യേകത? അന്തരീക്ഷത്തിൽ എന്തുണ്ട്? ജലകണികളുണ്ട്, അല്ലെങ്കിൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുകയാണ് കേട്ടോ. അതാ നോക്കിയേ, സൺലൈറ്റ് വന്ന് ഈ വാട്ടർ ഡ്രോപ്ലെറ്റിലേക്ക് വന്ന് വീഴുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നത്? ഈ ഒരു പോയിന്റിൽ വെച്ച് എന്താണ് സംഭവിക്കുന്നത്? റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട് അല്ലെ? റിഫ്രാക്ഷൻ അല്ലെ? റിഫ്രാക്ഷൻ അല്ലെങ്കിൽ എന്താണ്? അപവർത്തനം സംഭവിക്കുന്നുണ്ട്. റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം സംഭവിക്കുന്നുണ്ട്. അത് മാത്രമാണോ? കളേഴ്സ് സ്പ്ലിറ്റ് ചെയ്യുന്നില്ല, അതായത് ഡിസ്പേർഷനും സംഭവിക്കുന്നുണ്ട്. ക്ലിയർ ആയാലോ? അപ്പൊ അങ്ങനെ റിഫ്രാക്ഷൻ നടന്നത് ഈ ഒരു പോയിന്റിൽ വന്നു. ജലകണിയ വാട്ടർ ഡ്രോപ്ലെറ്റ് ആണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എഡ്ജിൽ വന്നു. ഈ ഓപ്പോസിറ്റ് എഡ്ജിൽ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ വെച്ച് പിന്നെ എന്താണ്? ഒരു റിഫ്ലക്ഷൻ നടക്കുക, ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് കേട്ടോ. ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആന്തര പ്രതിപതനം കേട്ടോ. ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ ആന്തര പ്രതിപതനം, ഉള്ളില് കേട്ടോ. ഉള്ളില് റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്, ആന്തര പ്രതിപതനം അവിടെ നടക്കുന്നുണ്ട്. അതിനുശേഷം എന്താ ഇവിടെ വന്നു ഉണ്ടല്ലേ? റെഡും വയലറ്റും ഇവിടെ വന്നു. ഇവിടെ വന്നതിന് ശേഷം എന്ത് സംഭവിക്കും? പിന്നെ ഇവിടെ വന്നിട്ട് എന്താണ്? പിന്നെയും അവിടെ റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പം 2 തവണ എന്ത് സംഭവിക്കുന്നുണ്ട്? 2 തവണ റിഫ്രാക്ഷൻ അല്ലെ? 2 തവണ റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഒരു തവണ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇന്റേണൽ റിഫ്ലക്ഷനും കേട്ടോ. ഇന്റേണൽ റിഫ്ലക്ഷൻ. ക്ലിയർ ആയല്ലോ? അപ്പം ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ് അല്ലെങ്കിൽ ഒരു ജലകണികൾക്കുള്ളിൽ വെച്ച് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? 2 തവണ റിഫ്രാക്ഷൻ. ഓർത്തോളൂ കേട്ടോ, 2 തവണ റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്, ഒരു തവണ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? എന്നിട്ട് അത് പുറത്തോട്ട് പോവുകയാണ്. അപ്പൊ നമുക്കറിയാം ഓരോ കളേഴ്സിനും എങ്ങനെയാണ്? ഓരോ വേവ് ലെന്ത് ആണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുമ്പോൾ ഒരേ വേവ് ലെന്തിലുള്ളതെല്ലാം ഒരു പർട്ടിക്കുലർ ഒരേ ഓർഡറിൽ തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റ് ഓരോന്നിനും ഓരോ വേവ് ലെന്ത് അല്ലേ? അപ്പൊ ഒരേ വേവ് ലെന്തിലുള്ളതെല്ലാം ഒരേ പാറ്റേണിൽ കാണും, അല്ലെങ്കിൽ ഒരേ നിരയിൽ കാണും. മറ്റെല്ലാം ഏതാണ് അതിന്റെ രീതിയിൽ കാണും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈ റെയിൻബോ ആർക്ക് പോലെ കാണപ്പെടാൻ കാരണം. മനസ്സിലായല്ലോ? പിന്നെ ഓർക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ്, ഇതാ നോക്കിയ റെയിൻബോ ഇവിടെ കണ്ടു. ഈ റെയിൻബോ എങ്ങനെയാണ്? റെയിൻബോയുടെ ഔട്ടർ എഡ്ജ് നമ്മൾ ഫിഗർ കണ്ടായിരുന്നല്ലോ. ഇത് കണ്ടില്ല? ഔട്ടർ എഡ്ജിൽ കളർ ഏതാണ് ഇവിടെ വന്നിരിക്കുന്നത്? റെഡ് ആണ് ഇല്ല? ഔട്ടർ എഡ്ജിൽ റെഡ് ആണ്, ഇന്നർ എഡ്ജിൽ വയലറ്റും ആണ് വരുന്നത്. അപ്പൊ ഓർത്തോണം, റെയിൻബോയുടെ കേസിൽ വരുമ്പോ ഔട്ടർ എഡ്ജ് കേട്ടോ. ഔട്ടർ എഡ്ജിൽ ഏതാണ്? റെഡ് കളർ ആണ് വരുന്നത്. ദെൻ ഇന്നർ എഡ്ജിൽ ഏതാണ് വരുന്നത്? വയലറ്റും ആണ് വരുന്നത്. ബാക്കി കളേഴ്സ് എല്ലാം എങ്ങനെയാണ്? ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും ബാക്കി കളേഴ്സ് എല്ലാം ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം ഓരോ കളറും നമ്മൾ കാണുന്നത് ഓരോ ലൈൻ ഓഫ് വിഷൻ പറഞ്ഞില്ല, അതായത് ഓരോ വേവ് ലെന്ത് ആയിരുന്നു ഓരോ ലൈൻ ഓഫ് വിഷനിലായിരിക്കും കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? അത് ആർക്ക് പോലെ കാണപ്പെടുന്നു. മനസ്സിലായോ പറഞ്ഞത്? അതായത് മേളുഭാഗത്ത് ഏതാണ്? മേളുഭാഗത്ത് റെഡ് ആണ് വരുന്നത്. താഴെ ഭാഗത്ത് ഏതാണ് വരുന്നത്? വയലറ്റ് ആണ്. ബാക്കി കളേഴ്സ് എല്ലാം എങ്ങനെയാണ്? ഇൻ ബിറ്റ്വീൻ ആയിട്ട് കാണും. അപ്പൊ ഓരോ കളേഴ്സ് നമ്മൾ കാണുന്നത് ഓരോ പർട്ടിക്കുലർ ആംഗിളിലായിരിക്കും കാണുന്നത്. ഓരോന്നിനും ഓരോ വേവ് ലെന്ത് അല്ലേ? അപ്പം ഓരോ പർട്ടിക്കുലർ ആംഗിളിലായിരിക്കും കാണുന്നത്. അതുകൊണ്ട് ഈ റെയിൻബോ ഇങ്ങനെ ആർക്ക് രൂപത്തിൽ കാണപ്പെടുന്നു. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടെ ഓർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? റെയിൻബോ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ് അല്ലെങ്കിൽ എന്താണ്? ജലകണികൾ. ഒരുപാട് ജലകണികൾ ഇവിടെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ ഒരു ജലകണിയെ കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? 2 തവണ ഇല്ല? 2 തവണ റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്, ഒരു തവണ ഇന്റേണൽ റിഫ്ലക്ഷനും നടക്കുന്നുണ്ട്. പോയിന്റുകളാണ് കേട്ടോ. ചോദിക്കും എന്തൊക്കെയാണ് ജലകണികൾക്കുള്ളിൽ സംഭവിക്കുന്നതെന്ന് ചോദിക്കാം. 2 തവണ റിഫ്രാക്ഷൻ,
ഒരു തവണ ഇന്റേണൽ റിഫ്ലക്ഷൻ. ക്ലിയർ ആയല്ലോ? അപ്പം റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഡിസ്പേർഷൻ സംഭവിക്കുന്നുണ്ട്, പിന്നെ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും ഫലമായിട്ടാണ് റെയിൻബോ ഫോം ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഇത് പഠിച്ചോണം, മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഹൗ റെയിൻബോ ഈസ് ഫോംഡ്. അതുപോലെ ഈ ചിത്രം ഉണ്ടല്ലോ, ഈ പിക്ചറും ചോദിക്കാം. പിക്ചർ ചോദിച്ചിട്ട് ഔട്ടർ എഡ്ജിൽ ഏത് കളറാണ്, ഇന്നർ എഡ്ജിൽ ഏത് കളറാന്നൊക്കെ ചോദിക്കാം കേട്ടോ. ഔട്ടർ എഡ്ജിൽ റെഡ് ആണ്, ഇന്നർ എഡ്ജിൽ വയലറ്റും ആണ് വരുന്നത്. ഈ ഡയഗ്രം ഒക്കെ മിക്കപ്പോഴും വരയ്ക്കാൻ ചോദിക്കുന്നതാണ്, കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ചോദിക്കും കേട്ടോ. അപ്പം കംപ്ലീറ്റ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ എഴുതണം ഏതൊക്കെ കളറുകളാണ് വരുന്നതെന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി തന്നെ വരയ്ക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. മനസ്സിലായല്ലോ? കാര്യങ്ങളെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കാം, കണ്ടോ? എ റേ ഓഫ് സൺലൈറ്റ് പാസിംഗ് ത്രൂ എ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അണ്ടർഗോസ് റിഫ്രാക്ഷൻ ട്വൈസ് കേട്ടോ. ഹൗ റെയിൻബോ ഈസ് ഫോംഡ് എന്ന് ചോദിക്കാം കേട്ടോ. A ray of sunlight passing through a water droplet undergoes refraction twice and internal reflection once. Internal reflection നടക്കുന്നുണ്ട്, അതായത് total linear reflection ആണ് നടക്കുന്നത്. This is a natural phenomenon. A rainbow is formed as a result of the combined effect of refraction, dispersion and internal reflection. മനസ്സിലായി? അപ്പൊ റെയിൻബോ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്, ഇന്റേണൽ റിഫ്ലക്ഷൻ, ടോട്ടൽ ലിനിയർ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്, അതുപോലെ ഡിസ്പേർഷൻ നടക്കുന്നുണ്ട്. ക്ലിയർ ആയാലും അപ്പം ഈ പോയിന്റുകളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക, ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഹൗ റെയിൻബോ ഈസ് ഫോംഡ്. നോക്കിയേ, ജലകണികളിലേക്ക് കടന്നുപോയി പുറത്തേക്ക് വരുന്ന സൂര്യരശ്മി 2 പ്രാവശ്യം അപവർത്തനത്തിനും 1 പ്രാവശ്യം ആന്തര പ്രതിപതനത്തിനും വിധേയമാവുന്നു. പ്രകൃതിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഇത്തരം അപവർത്തനത്തിന്റെയും പ്രകീർണനത്തിന്റെയും ആന്തര പ്രതിപതനത്തിന്റെയും സമന്വിത ഫലമായിട്ടാണ് മഴവില്ല് ഉണ്ടാകുന്നത്. ചിലപ്പോ ഈ ഒരു ഡയഗ്രം തന്നിട്ട് ചോദിക്കാം കേട്ടോ, ഈ ഔട്ടർ എഡ്ജിൽ ഏതാണ്, ഇന്നർ എഡ്ജിൽ ഏതാന്നൊക്കെ. അപ്പൊ കളർ മാർക്ക് പോലെ ഔട്ടർ എഡ്ജിൽ റെഡ് ആണ് വരുന്നത്, ഇന്നർ എഡ്ജിലോട്ട് ഔട്ടർ എഡ്ജിൽ റെഡ്, ഇന്നർ എഡ്ജിൽ വയലറ്റ് ആണ്. ക്ലിയർ. അപ്പൊ കൃത്യമായിട്ട് ഇതിങ്ങനെ വരയ്ക്കാനും ചോദിക്കാറുണ്ട്, വരച്ചിട്ട് കളേഴ്സ് അടയാളപ്പെടുത്താനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അതൊക്കെ മനസ്സിലാക്കിയിരിക്കുക, പഠിക്കുക. അവിടെ ഒരു നോട്ട് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, റെയിൻബോ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് കേട്ടോ. Sunlight, when it passes through water droplets, undergoes refraction and internal reflection. The light ray emerging from the water droplets, which make the same angle with the line of vision, have the same color. ഞാൻ പറഞ്ഞില്ലേ, സെയിം കളറിലുള്ള നമുക്ക് ഒരുപോലെ ആയിരിക്കും കാണുന്നത്. These droplets appears in the form of an arc of a particular color. Thus, there is a red color at the upper edge and violet color at the lower edge. All the other colors are seen in between ഡിപ്പെൻഡിങ് ഓൺ ദർ വേവ്ലെങ്സ്. മറ്റു കളേഴ്സ് ഒക്കെ എങ്ങനെയാണ്, അതിന്റെ വേവ്ലെങ്സിന് അനുസരിച്ചിട്ടാണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ റെയിൻബോ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കാം വർണ്ണങ്ങളുടെ പുനഃസംയോജനം അല്ലെങ്കിൽ റീകോമ്പിനേഷൻ ഓഫ് കളേഴ്സ് ഓഫ് ലൈറ്റ്. നമ്മൾ ആദ്യത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ, പ്രസത്തിൽ കൂടെ സൂര്യപ്രകാശം കടന്നു പോകുന്ന ഒരു എക്സ്പെരിമെന്റ് കണ്ടില്ലായിരുന്നു. അപ്പം സൂര്യപ്രകാശം കടന്നു പോകുമ്പോൾ ഡിസ്പേർഷൻ സംഭവിക്കുന്നുണ്ട്, അതായത് അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് വേർതിരിയുന്നുണ്ടല്ലോ. അതായത് ഇവിടെ റെഡും ഇവിടെ എന്താണ് വയലറ്റും ആയിട്ട് ഇങ്ങനെ ഡിസ്പേർഷൻ സംഭവിച്ചാണ് പോകുന്നത്. മനസ്സിലായല്ലോ? ഇനി അപ്പൊ ഇവിടെയാണ് നമുക്ക് അവിടെ സ്ക്രീനിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ലൈറ്റ് കിട്ടും, അതായത് പല വിധത്തിലുള്ള അല്ലെങ്കിൽ സ്പെക്ട്രം നമ്മൾ കിട്ടും എന്നൊക്കെ പഠിച്ചു. ഇനി ഈ സൈഡിൽ തന്നെ നമ്മളൊരു പ്രിസം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെക്കുക, അതായത് ഇതാണല്ലോ ബേസ്, ഇത് ബേസ് ആണ്. അപ്പം ഈ വേറൊരു പ്രിസം എടുത്തിട്ട് ബേസ് മുകൾ ഭാഗത്തായിട്ട് കേട്ടോ, ബേസ് മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ തിരിച്ചു വെക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ റെഡ് ആണ് വയലറ്റ് ആണ്, അത് ഇങ്ങോട്ട് കയറും അല്ലെ, ഇത് ഇങ്ങോട്ട് കയറിയിട്ട് പിന്നെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ പഠിച്ചായിരുന്നു എപ്പോഴും ബേസിലേക്കാണ് റേ ഓഫ് ലൈറ്റ് പോകുന്നത് പഠിച്ചായിരുന്നു. അപ്പൊ ഇവിടെ വന്നിട്ട് എന്ത് സംഭവിക്കും? ഇത് റെഡ് ആണ്, ഇത് വയലറ്റ് ആണ്, ഇതിവിടെ കമ്പൈൻ ചെയ്തിട്ട് പുറത്തേട്ട് എന്തായിട്ട് വരും? ഒറ്റ ഒരു ലൈറ്റ് ആയിട്ട് പോകും, അതായത് വൈറ്റ് ലൈറ്റ് ആയിട്ട് തന്നെ അത് തിരിച്ചു പോവും. മനസ്സിലായില്ലേ? വൈറ്റ് ലൈറ്റ് ആയിട്ട് തിരിച്ചു പോകും. ഇവിടെ വരുന്ന എന്താണ്? സൺലൈറ്റ് ആണ്. സൺലൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് വൈറ്റ് ലൈറ്റ് ആണ് അല്ലെ. സൺലൈറ്റ് എന്ന് വെച്ചാൽ വൈറ്റ് ലൈറ്റ് ആണ്. ഒരു പ്രസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഡിസ്പേർഷൻ സംഭവിക്കുന്നുണ്ട്, അത് ബേസിലേക്കാണ് എല്ലാ റേസും വരുന്നത് നമ്മൾ പഠിച്ചു. ദെൻ ആ റേസിനെ തന്നെ ഒരു പ്രസം നമ്മൾ തിരിച്ചു വെച്ചു, ബേസ് ഭാഗം മുകൾ ഭാഗത്ത് വരത്തക്ക രീതിയിൽ വെച്ചു. അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ട്? ആ റേസ് എല്ലാം കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ ഒരു ലൈറ്റ് ആയിട്ട് പുറത്തോട്ട് പോകും. അതായത് റീകോമ്പിനേഷൻ ഓഫ് കളേഴ്സ് ഓഫ് ലൈറ്റ്. കളേഴ്സ് ഓഫ് ലൈറ്റ് എന്ത് സംഭവിച്ചു? അത് റീകമ്പൈൻ ചെയ്തു അല്ലെങ്കിൽ പുനഃസംയോജിച്ചു നമുക്ക് പറയാൻ സാധിക്കും. ക്ലിയർ ആയാലും? അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന ലൈറ്റ് ഏതായിരിക്കും? വൈറ്റ് ലൈറ്റ് ആയിരിക്കും കിട്ടുന്നത്. ക്ലിയർ ആയാലും? അപ്പം സ്പ്ലിറ്റ് ചെയ്ത ഘടകവർണ്ണങ്ങളായിട്ട് വേർതിരിഞ്ഞല്ലോ, അതിനെ നമുക്ക് റീകമ്പൈൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ മതി? ഇതുപോലെ മറ്റൊരു പ്രിസം ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. അതായത് ബേസ് മുകൾ ഭാഗത്ത് വരത്തക്ക രീതിയിൽ
അറേഞ്ച് ചെയ്യുക. ക്ലിയർ ആയല്ലോ? അതാ ക്വസ്റ്റ്യൻസ് നോക്കിയേ. വാട്ട് കൈൻഡ് ഓഫ് ലൈറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഓൺ ദ വോൾ? ചുമരിൽ ലഭിക്കുന്നത് ഏതുതരം പ്രകാശമായിരിക്കും? അപ്പൊ ഇവിടെയാണ് വോൾ ഇരിക്കുന്നത്. അപ്പം ആ ചുമരിൽ ഏതുതരം പ്രകാശമായിരിക്കും അവിടെ കിട്ടുന്നത്? ധവളപ്രകാശമായിരിക്കും അവിടെ കിട്ടുന്നത്, അല്ലെ? വൈറ്റ് ലൈറ്റ് ആയിരിക്കും അവിടെ കിട്ടുന്നത്. മനസ്സിലായല്ലോ? വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദിസ്? എന്തായിരിക്കാം ഇതിന് കാരണം? കാരണം എന്താണ്? ഇതാണ് ഒന്നാമത്തെ പ്രിസം. ഇത് ഫസ്റ്റ് പ്രിസമാണ്, ഇത് സെക്കൻഡ് പ്രിസമാണ്, അല്ലെ? അപ്പൊ ഒന്നാമത്തെ പ്രിസത്തിൽ നിന്ന് വരുന്ന ഈ പ്രകാശ രശ്മി അല്ലെങ്കിൽ എന്താണ് വർണ്ണങ്ങൾ ഉണ്ടല്ലോ, പ്രകാശവർണ്ണങ്ങൾക്ക് ഈ രണ്ടാമത്തെ പ്രിസത്തിൽ വെച്ച് എന്ത് സംഭവിക്കുന്നുണ്ട്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ, വിപരീത ദിശയിൽ വ്യതിയാനം സംഭവിക്കല്ലേ? ശരിയല്ലേ? അതെ, ഇതിങ്ങോട്ടാണ് പോകുന്നത്, ഇത് ബേസിന്റെ ഭാഗത്തേക്ക് വരും. ഇവിടെ തിരിഞ്ഞു വന്നപ്പോൾ എന്താണ് സംഭവിക്കും? ഇത് പിന്നെയും ബേസിന്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. വിപരീത ദിശയിൽ വ്യതിയാനം അവിടെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് വർണ്ണങ്ങൾ അവിടെ സംയോജിച്ചിട്ട് ഇവിടെ നമുക്ക് എന്ത് കിട്ടും? വൈറ്റ് ലൈറ്റ് കിട്ടും. ക്ലിയർ ആയാലോ? റീസൺ മനസ്സിലായാലോ? അപ്പൊ ഓർത്തിരിക്കുക, ഒന്നാമത്തെ പ്രിസം ഇല്ല, ഒന്നാമത്തെ പ്രിസം ഉണ്ട്. ഒന്നാമത്തെ പ്രിസത്തിൽ വെച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇല്ല, ഒന്നാമത്തെ പ്രിസത്തിൽ നിന്ന് വരുന്ന പ്രകാശവർണ്ണം, ഇവിടെ പ്രകാശവർണ്ണം ഉണ്ട്. അത് നമുക്ക് രണ്ടാമത്തെ പ്രിസത്തിൽ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വ്യതിയാനം അല്ലെങ്കിൽ ഡീവിയേഷൻ സംഭവിക്കും. അങ്ങനെ സംഭവിച്ചിട്ട് നമുക്കിവിടെ വൈറ്റ് ലൈറ്റ് കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പം ഇതും വരയ്ക്കാനൊക്കെ ചോദിക്കാൻ കേട്ടോ, അല്ലെങ്കിൽ ചോദിക്കുക എങ്ങനെയാണ് വൈറ്റ് ലൈറ്റ് ഒരു പ്രിസത്തിലൂടെ സൺലൈറ്റ് കടത്തി വിടുവാണ്, അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് അല്ലെങ്കിൽ സ്ക്രീനിൽ വൈറ്റ് ലൈറ്റ് ഇടണം. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ എന്ത് ചെയ്യണം? വേറൊരു പ്രിസം അല്ലെ, അതിന്റെ ബേസ് മുകൾ ഭാഗം വരത്തക്ക രീതിയിൽ അറേഞ്ച് ചെയ്യുക. അതായത് ഒന്നാമത്തെ പ്രിസത്തിനോട് ചേർത്ത് തന്നെ രണ്ടാമത്തെ പ്രിസം അത് ബേസ് മുകൾ ഭാഗം വരത്തക്ക രീതിയിൽ അറേഞ്ച് ചെയ്താൽ നമുക്ക് സ്ക്രീനിൽ എന്ത് കിട്ടും? വൈറ്റ് ലൈറ്റ് തന്നെ കിട്ടും. മനസ്സിലായല്ലോ? അവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വാട്ട് കുഡ് ബി ദ റീസൺ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നോക്കിയേ. ദ റേസ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ് ഫ്രം ദ ഫസ്റ്റ് പ്രിസം അണ്ടർഗോ എ ഡീവിയേഷൻ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ബൈ ദ സെക്കൻഡ് പ്രിസം. This results in the recombination of colors to produce white light on the wall. ഒന്നാമത്തെ പ്രിസത്തിൽ നിന്ന് വരുന്ന പ്രകാശവർണ്ണങ്ങൾക്ക് രണ്ടാമത്തെ പ്രിസത്തിൽ വെച്ച് വിപരീത ദിശയിൽ വ്യതിയാനം സംഭവിക്കുന്നതുകൊണ്ടാണ് വർണ്ണങ്ങൾ സംയോജിച്ച് ചുവരിൽ ധവളപ്രകാശം ലഭിക്കുന്നത്. ചോദിക്കാം കേട്ടോ, എന്താണ് റീസൺ? അതായത് വൈറ്റ് ലൈറ്റ് നമുക്ക് ഈ ചുമരിൽ കിട്ടുകയാണ് ഒന്നാമത്തെ പ്രിസം, ഇത് രണ്ടാമത്തെ പ്രിസമാണ്. ഇവിടെ വൈറ്റ് ലൈറ്റ് ആണ്, ഇവിടെ നമുക്ക് കിട്ടുന്ന വൈറ്റ് ലൈറ്റ് ആണ്. അല്ലെങ്കിൽ അങ്ങനെ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കാം. അപ്പൊ മറ്റൊരു പ്രിസം ഒന്നാമത്തെ പ്രിസത്തിനോട് ചേർത്ത് വെക്കുക. അതെങ്ങനെ ചേർത്ത് വെക്കണം? ബേസ് കേട്ടോ, ബേസ് മുകൾ ഭാഗത്ത് വരത്തക്ക രീതിയിൽ ചേർത്ത് വെച്ചാൽ നമുക്ക് വൈറ്റ് ലൈറ്റ് പിന്നെ നമുക്ക് കിട്ടും. അപ്പൊ സ്പ്ലിറ്റ് ചെയ്ത കളേഴ്സിനെ പിന്നെ നമുക്ക് റീകമ്പൈൻ ചെയ്ത് വൈറ്റ് ലൈറ്റ് ആക്കാനും സാധിക്കും. ക്ലിയർ ആയല്ലോ? ദാറ്റ് ഈസ് എ റീകോമ്പിനേഷൻ ഓഫ് കളേഴ്സ് എന്ന് പറയാം, വർണ്ണങ്ങളുടെ പുനഃസംയോജനം. ഇനി നമ്മളിപ്പോ സൺലൈറ്റ് കണ്ടു. സൺലൈറ്റ് എന്ന് പറയുമ്പോൾ വൈറ്റ് ലൈറ്റ് ആണ് നമ്മൾ കണ്ടു ഇല്ലേ, അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റ് ആണെന്ന് കണ്ടു. സൂര്യപ്രകാശത്തിൽ ഈ വിസിബിൾ ലൈറ്റ് അല്ലാതെ, ഇത് വിസിബിൾ ലൈറ്റ് ആണ്, വിസിബിൾ ലൈറ്റ് അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ അടങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ക്ലിയറായല്ലോ? അപ്പൊ അതിനെ കുറിച്ചാണ് നമുക്കിനി നോക്കാനുള്ളത്. അവിടെ നോക്കിയാൽ സൺലൈറ്റ് ആണ് അല്ലെ, സണ്ണാണ്. ഈ സണ്ണില് എന്തെല്ലാം ഉണ്ട്? വിസിബിൾ ലൈറ്റ് ഉണ്ട് ഇല്ല, വിസിബിൾ ലൈറ്റിന് ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. വിസിബിൾ ലൈറ്റ് എന്ന് വെച്ചാൽ 40% മാത്രമേ ഉള്ളൂ, നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. 40% മാത്രമേ ഉള്ളൂ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ബാക്കി നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരുപാട് റേസ് ഉണ്ട് സണ്ണിൽ നിന്ന് വരുന്നത്. ഈ സണ്ണിൽ നിന്ന് വരുന്ന ഒരുപാട് മറ്റ് റേസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു റേ ആണ് അൾട്രാ വയലറ്റ് ലൈറ്റ് അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് റേ എന്ന് പറയും. UV റേ എന്നൊക്കെ പറയാറില്ലേ? അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് എനർജി അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് റേ എന്ന് പറയും. അത് ഏകദേശം 50% ഉണ്ട്. മനസ്സിലാകുന്നല്ലോ? അപ്പൊ സണ്ണിൽ നിന്ന് സൺലൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് വിസിബിൾ ലൈറ്റ് മാത്രമല്ല, അതായത് എന്താണ് ദൃശ്യപ്രകാശം ഉണ്ടല്ലോ, നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല മറ്റ് റേസും ഉണ്ട്. അതായത് UV റേ, ഇതേതാണ് UV റേ ആണ് കേട്ടോ. അൾട്രാവയലറ്റ് റേ ഉണ്ട്, ഇതേതാണ് ഇൻഫ്രാറെഡ് റേ എന്ന് പറയും, അതായത് IR റേ എന്നൊക്കെ പറയും. IR എന്ന് വെച്ചാൽ 50% ഉണ്ട് കേട്ടോ. IR റേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അത് ഹീറ്റ് റേ ആണ് കേട്ടോ. ഹീറ്റ് റേ, IR റേ എന്ന് വെച്ചാൽ ഹീറ്റ്. നമ്മുടെ സൂര്യന് ചൂടില്ലേ, നമുക്ക് കുറച്ച് നേരം വെയിലത്ത് നിന്ന് നമുക്ക് ചൂട് അനുഭവപ്പെടാൻ കാരണം എന്താണ്? സണ്ണിൽ നിന്ന് വരുന്ന 50% ഓഫ് IR റേസ് ആണ് വരുന്നത്. അത് IR റേസ് എന്ന് വെച്ചാൽ ഹീറ്റ് റേസ് ആണ്. മനസ്സിലായല്ലോ? സൺലൈറ്റ് കണ്ടെയ്ൻസ് ഇൻഫ്രാറെഡ് ആൻഡ് അൾട്രാവയലറ്റ് റേഡിയേഷൻ ഇൻ അഡീഷൻ ടു വിസിബിൾ ലൈറ്റ്. മനസ്സിലായോ? സൂര്യരശ്മികളിൽ ധവളപ്രകാശം, അതായത് നമ്മൾ കാണുന്ന വിസിബിൾ ലൈറ്റ് ഉണ്ടല്ലോ, വിസിബിൾ ലൈറ്റിലാണ് വിബ്ജിയോർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല
അതുകൂടാതെ എന്തെല്ലാം ഉണ്ട്? ഇൻഫ്രാറെഡ് വികിരണങ്ങളും അൾട്രാവയലറ്റ് വികിരണങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഓർത്തോളൂ കേട്ടോ, അൾട്രാവയലറ്റ് റേഡിയേഷൻ ആൻഡ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഇൻ അഡീഷൻ ടു വിസിബിൾ ലൈറ്റ്. അതിൽ ഏറ്റവും ഹീറ്റ് റേ അല്ലെങ്കിൽ സൂര്യരശ്മികളുടെ താപത്തിന് പ്രധാനമായിട്ടും കാരണം ഏതാണ്? ഇൻഫ്രാറെഡ് റേസ് ആണ്. ഓർത്തോളൂ കേട്ടോ, IR റേസ് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് റേസ് ഈസ് എ മെയിൻ റീസൺ ഫോർ ദ ഹീറ്റ് ഇൻ ദ സൺ റേസ്. അപ്പൊ സൂര്യന്റെ താപത്തിന് കാരണം ഏത് റേ ആണ്? ഇൻഫ്രാറെഡ് റേ ആണ്. പഠിച്ചല്ലോ, ഇൻഫ്രാറെഡ് റേ ആണ് സൂര്യന്റെ താപത്തിന് കാരണം. നമുക്കറിയാം ഒരുപാട് ചൂട് അല്ലെങ്കിൽ താപം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആവശ്യത്തിന് നമ്മുടെ ബോഡിയിലേക്ക് ഹീറ്റ് കിട്ടണം. പക്ഷെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാലോ, സൂര്യാഘാതം എന്നൊക്കെ കേട്ടില്ലേ? അപ്പം ഒരുപാട് ചൂട് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നു എന്താണ്? ഹാനികരമാണ്. അപ്പൊ അതിന് കാരണം എന്താണ്? അതിന് കാരണം എന്തായിരിക്കാം? ഈ സൂര്യരശ്മികളിൽ നമ്മൾ വെയിൽ കൊള്ളണം എന്ന് പറയും, പക്ഷെ ഒരുപാട് വെയിൽ കൊള്ളാൻ പാടുണ്ടോ? ഇല്ല. അതിന് കാരണം എന്താണ്? ഒരുപാട് ഹീറ്റ് റേസ് ഉണ്ട്. അത് കൂടുതലായിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് അഫക്ട് ചെയ്യും, നമ്മുടെ ശരീരത്തിൽ അഫക്ട് ചെയ്യും. അഫക്ട് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു. ദാ ഈ ഒരു സെക്ഷൻ ഓർക്കുന്നുണ്ടോ? ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് എന്താ അവിടെ സംഭവിച്ചത്? കത്തിക്കുമല്ലോ ചെയ്തേ അല്ലെ? കത്തിച്ചല്ലോ. അതിന് കാരണം എന്താണ്? നമുക്ക് പൊള്ളലേൽക്കും. ഹീറ്റ് റേസ് ആണ്. അത് അധികമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് പൊള്ളലേൽക്കാൻ ചാൻസ് ഉണ്ട്. IR റേസ് ആണ് കൂടുതലെന്ന് പറഞ്ഞു. സൺലൈറ്റില് അല്ലെ, സണ്ണിൽ എന്താണ്? വിസിബിൾ ലൈറ്റ് ഉണ്ട്, UV റേസ് ഉണ്ട്, അതുപോലെ IR റേസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. IR റേസ് എന്നാണ് ഹീറ്റ് റേ ആണ്, അതായത് 50% ഉണ്ടെന്ന് പറഞ്ഞു. ഹീറ്റ് റേ ആണ്. അത് കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൊള്ളാൻ ചാൻസ് ഉണ്ട്. നമ്മള് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചാണല്ലോ. എന്ന് നോക്കിയേ, ബേണിംഗ് പേപ്പർ യൂസിങ് എ ലെൻസ്, ദി പേപ്പർ ബേൺസ്. കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ദ കൺവേർജൻസ് ഓഫ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഓൺ ദ പേപ്പർ. ഈ പേപ്പറിലേക്ക് ഇല്ലേ ഇൻഫ്രാ റേഡിയേഷൻ നമ്മുടെ കോൺവെക്സൻസ് അല്ലേ, അപ്പം കൺവേർജ് ചെയ്തിട്ട് ഇൻഫ്രാ റേഡിയേഷൻസ് വരുവാണ്. അപ്പം പെട്ടെന്ന് ചൂടായത് കത്തും. ക്ലിയർ ആയല്ലോ? ഇനി അൾട്രാവയലറ്റ് റേഡിയേഷൻ ഹെൽപ്സ് ടു പ്രൊഡ്യൂസ് വിറ്റമിൻ ഡി ഇൻ അവർ ബോഡി. വിറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുണ്ട്. അത് ആരാണ് നമുക്ക് നൽകുന്നത്? അൾട്രാവയലറ്റ് റേസ് ആണ് കേട്ടോ. UV റേ അല്ല, അൾട്രാവയലറ്റ് റേസ് ആണ് വൈറ്റമിൻ ഡി. നമ്മുടെ വൈറ്റമിൻ ഡി നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ളതാണ്. അത് നമ്മൾക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ തരുന്നത് ആരാണ്? അൾട്രാവയലറ്റ് റേസ് ആണ്. അത് കേട്ടിട്ടില്ലേ? ഇളം വെയിൽ കൊള്ളണം എന്നൊക്കെ. ഉച്ചക്കത്തെ വെയിലല്ല കേട്ടോ. ഉച്ചക്കത്തെ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ പൊള്ളിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇളം വെയിൽ എന്ന് പറയും. അതായത് രാവിലെയും വൈകുന്നേരമുള്ള ചെറിയ വെയിൽ നമ്മുടെ ശരീരത്തിൽ ഏൽക്കണം. എങ്കിലുള്ള നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ്. അപ്പൊ അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിൽ കൊള്ളണം. അതായത് ഇളം വെയിൽ, ശക്തമായിട്ടുള്ള വെയിലല്ല കൊള്ളേണ്ടത്, ഇളം വെയിൽ കൊള്ളുക. രാവിലെയും വൈകുന്നേരങ്ങളിലുള്ള ഇളം വെയിൽ നമ്മുടെ ശരീരത്തിലേക്ക് കൊള്ളണം. എങ്കിലുള്ള നമ്മുടെ ശരീരത്തിൽ നാച്ചുറൽ ആയിട്ട് വൈറ്റമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന വികിരണങ്ങൾ ഏതാണ്? അൾട്രാവയലറ്റ് വികിരണങ്ങൾ. ചോദിക്കും കേട്ടോ. വൈറ്റമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന റേസ് ഏതാണ്? ഏത് റേ ആണ്? അൾട്രാവയലറ്റ് റേസ് ആണ്. ക്ലിയർ ആയല്ലോ? ഇനി ഈ വിസിബിൾ ലൈറ്റ് ഉണ്ട്, അൾട്രാവയലറ്റ് റേസ് ഉണ്ട്, ഇൻഫ്രാ റേസ് ഉണ്ട്. ഇത് കൂടാതെ തന്നെ വേറെ കുറെ റേസുകളും ഉണ്ട്. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ? കാണാൻ സാധിക്കും ഈ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. അതായത് വിസിബിൾ ലൈറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? ഈ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. അൾട്രാവയലറ്റ് റേസ് ഉണ്ട്, ഇൻഫ്രാ റേസ് ഉണ്ട്, വിസിബിൾ. ഇത് മൂന്നെണ്ണം നമ്മൾ കണ്ടു. അതുകൂടാതെ മറ്റ് റേസും ഉണ്ട്. എക്സ്റേ കേട്ടില്ലേ? ഗാമാ റേ, റേഡിയോ വേവ്സ്, ഇതെല്ലാം എന്താണ്? ചേർന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പല റേസുകളും ഉണ്ട്. അപ്പൊ ഈ സണ്ണിലുള്ള ഒരുപാട് റേസുകളുണ്ട്. അത് ഈ റേസുകളെല്ലാം നമുക്കറിയാം ശൂന്യത അല്ലെങ്കിൽ വാക്വം വായുവിലൂടെ ഒക്കെ എന്താണ് ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടാണ് അത് ഭൂമിയിലേക്ക് എത്തുന്നത് കേട്ടോ. അപ്പൊ നമുക്കറിയാം വിസിബിൾ ലൈറ്റ്, UV റേ അല്ലെങ്കിൽ IR റേ, ഇത് മൂന്നെണ്ണം ഉണ്ടല്ലോ. ഇതിനൊക്കെ സഞ്ചരിക്കാൻ പ്രത്യേകിച്ച് മീഡിയം ഒന്നും ആവശ്യമില്ല. നോ മീഡിയം എന്ന് പറയാം. ഈ മൂന്ന് റേക്കും ട്രാവൽ ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് മീഡിയം ഒന്നും ആവശ്യമില്ല. അവ വാക്വത്തിലൂടെ ഒക്കെ എന്താണ് ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ സ്പീഡിലൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. അതായത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗത്തിലൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ സഞ്ചരിക്കുന്ന വികിരണങ്ങൾ നമ്മളൊരു പേര് പറയും. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്നാണ് പറയുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയും കേട്ടോ. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അല്ലെങ്കിൽ എന്താണ്? വൈദ്യുത കാന്തിക വികിരണങ്ങൾ എന്ന് പറയും കേട്ടോ. വൈദ്യുത കാന്തിക വികിരണങ്ങൾ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ വൈദ്യുത കാന്തിക വികിരണങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കും. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്
ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയും കേട്ടോ. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം അല്ലെങ്കിൽ എന്താണ് വൈദ്യുതകാന്തിക സ്പെക്ട്രം എന്നാണ് പറയുന്നത്. അറിയാലോ. അപ്പം ഇത് വൈദ്യുതകാന്തിക സ്പെക്ട്രം എന്ന് വെച്ചാൽ ഇതാണ്. അതിൽ എന്തൊക്കെയുണ്ട്? ഇൻഫ്രാറെഡും വിസിബിൾ ലൈറ്റും അൾട്രാവയലറ്റും മാത്രമല്ല മറ്റ് വികിരണങ്ങളും കൂടെ ഉണ്ട്. നമുക്ക് കാണാൻ സാധിക്കുന്നത്, വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കുന്നത് നമുക്കറിയാം, ഇത്തരം പോർഷനുള്ളൂ. ബാക്കിയുള്ള റേസുകളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ക്ലിയർ ആയ പറഞ്ഞത്? ഇവിടെ നോക്കിയേ, സോളാർ റേഡിയേഷൻ. സോളാർ റേഡിയേഷൻ എന്നെ നോക്കിയേ, നമുക്ക് കാണാൻ സാധിക്കുന്ന ഏതൊക്കെയാണ്? വിസിബിൾ ആയിട്ടുള്ള ഏതൊക്കെയാണ്? നമുക്ക് വിസിബിൾ ആയിട്ട് മാത്രമേ ഉള്ളൂ ഇല്ലേ? ഇതാ ഇങ്ങോട്ടുണ്ട് ഇൻഫ്രാറെഡ് റേ കണ്ടോ? ഇൻഫ്രാറെഡ് റേ നമുക്ക് കാണാൻ സാധിക്കില്ല. അൾട്രാവയലറ്റ് റേ ഉണ്ട്, അത് നമുക്ക് കാണാൻ സാധിക്കില്ല കേട്ടോ. അതുപോലെ തന്നെ മറ്റു എക്സ്റേസ് ഉണ്ട്, റേഡിയോ വേവ്സ്, ഗാമ റേസ് ഒക്കെ. ഇതൊക്കെ എന്താണ്? ഒരിക്കലും കാണാൻ നമുക്ക് സാധിക്കില്ല. ഇതൊക്കെ റേഡിയോ വേവ്സും എക്സ്റേസ് എന്നൊക്കെ പറഞ്ഞാൽ നോൺ സോളാർ ആണ് കേട്ടോ. സോളാർ റേഡിയേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻഫ്രാറെഡ്, അതുപോലെ തന്നെ വിസിബിൾ UV റേസ് ഒക്കെയാണ് കേട്ടോ. സോളാർ റേഡിയേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. മറ്റു റേഡിയേഷൻസ് ഒക്കെ ഉണ്ട്, അതെല്ലാം ഒരു പ്രത്യേക രീതി അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. കണ്ടില്ലേ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം? കണ്ടില്ലേ? ഇതാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. അതിനെല്ലാം അവിടെ ഒരുപാട് റേസ് ഉണ്ട്. അപ്പം സണ്ണിൽ നിന്ന് വരുന്ന റേസ് ഇത് മൂന്നെണ്ണമാണ്. ഇത് മൂന്നെണ്ണമാണ്. അതിൽ UVയും ഇൻഫ്രാറെഡും നമുക്ക് കാണാൻ സാധിക്കില്ല, മറ്റേതും കാണാൻ സാധിക്കുന്നില്ല. വിസിബിൾ ലൈറ്റ് ആയി ഇത് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇങ്ങനെ ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനൊക്കെ പർട്ടിക്കുലർ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന് നമ്മൾ എന്ത് പറയും? ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്നാണ് പറയുന്നത്. അതായത് വൈദ്യുതകാന്തിക സ്പെക്ട്രം എന്ന് പറയും. അപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ള മറ്റ് റേഡിയേഷൻസ് ഏതൊക്കെയാണ്? എക്സ്റേ ഉണ്ട്, ഗാമ റേ ഉണ്ട്, റേഡിയോ വേവ്സും ഉണ്ട്. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഇവിടെ കൊടുത്തിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ കേട്ടോ. സോളാർ റേഡിയേഷൻ റീച്ച് ദ എർത്ത് അറ്റ്മോസ്ഫിയർ ആഫ്റ്റർ ട്രാവലിംഗ് ആൻ ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് 150 മില്യൺ കിലോമീറ്റർ ത്രൂ എയർ ആൻഡ് വാക്വം. ഞാൻ പറഞ്ഞില്ലേ, സൗരവികിരണങ്ങൾ ശൂന്യതയിലൂടെയും വായുവിലൂടെയും ശരാശരി 15 കോടി കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് ഭൂമിയിൽ എത്തുന്നത് കേട്ടോ. അൾട്രാവയലറ്റും വിസിബിൾ അൾട്രാവയലറ്റും IRAസും ഒക്കെ. ഇപ്പൊ വായുവിലൂടെ സഞ്ചരിക്കുന്ന ദൂരം ശൂന്യതയെ അപേക്ഷിച്ച് വളരെ കുറവാണ്. ദൃശ്യപ്രകാശം, ഇൻഫ്രാറെഡ് റേസ്, അൾട്രാവയലറ്റ് വികിരണങ്ങൾ തുടങ്ങിയവയ്ക്ക് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. അതിനൊന്നും സഞ്ചരിക്കാൻ എന്താണ്? മീഡിയം ആവശ്യമില്ല. ശൂന്യതയിലൂടെ സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗത്തിൽ ഇവ സഞ്ചരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വികിരണങ്ങളാണ് വൈദ്യുതകാന്തിക വികിരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ വൈദ്യുതകാന്തിക വികിരണങ്ങൾ ഒരു ക്രമമായിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തതിന് നമ്മൾ എന്ത് പറയും? ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം അല്ലെങ്കിൽ വൈദ്യുതകാന്തിക സ്പെക്ട്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കി, വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിൽ അടങ്ങിയിരിക്കുന്ന മറ്റ് വികിരണങ്ങൾ ഏതൊക്കെയാണ്? എക്സ്റേസ്, ഗാമ റേസ്, റേഡിയോ വേവ്സ്. ക്ലിയർ ആയല്ലോ സംഭവങ്ങള്? അപ്പം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അത് UV റേയുടെ പ്രത്യേകത എന്താണ്? വൈറ്റമിൻ ഡി കേട്ടോ. വൈറ്റമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യുന്നു. IRAs ആണെങ്കിൽ എന്താണ്? ഹീറ്റ് റേ ആണ്. ഇല്ല, IRA എന്താണ്? ഹീറ്റ് റേ ആണ്. അത് പ്രത്യേകം ഓർത്തോണം. ഇതാ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയിം ദ റേഡിയേഷൻസ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, ലിസ്റ്റ് ദം ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വൈദ്യുതകാന്ത സ്പെക്ട്രത്തിൽ അടങ്ങിയിരിക്കുന്ന തരംഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവയെ ആരോഹണ ക്രമത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് റേസ്? ഗാമ റേ, എക്സ്റേ, UV റേ, വിസിബിൾ ലൈറ്റ്, ഇൻഫ്രാറെഡ് റേസ്, റേഡിയോ വേവ്സ്. ഇത്രയാണ് ഇതിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ള എന്താണ് റേസുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ റേഡിയേഷൻസ്. പഠിച്ചോളാം കേട്ടോ. ഗാമ റേ, എക്സ്റേ ഓർഡറിൽ അങ്ങ് പഠിച്ചാൽ മതി കേട്ടോ. UV റേ, വിസിബിൾ ലൈറ്റ്, ഇൻഫ്രാറെഡ്, റേഡിയോ വേവ്സ്. ഇനി അതിന് അസെൻഡിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്, വേവ് ലെന്തിന്റെ ആരോഹണ ക്രമത്തിൽ വേവ് ലെന്ത് കൂടുന്നതിന്റെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നോക്കിയേ, ഏതിനാണ് ഇവിടെ വേവ് ലെന്ത് കൂടുതൽ? പിക്ചറിൽ കണ്ട ഇവിടെ ഗാമാറയുടെ വേവ് ലെന്ത് എത്രയാണ്? 1 × 10⁻⁻14. റേഡിയോയുടെ തന്നെ 1 × 10⁻⁴. അപ്പം ഏതിനാണ് വേവ് ലെന്ത് കൂടുതൽ? റേഡിയോ വേവ്സിനാണ് വേവ് ലെന്ത് കൂടുതൽ. ഗാമാറയ്ക്ക് എങ്ങനെയാണ്? വേവ് ലെന്ത് ഇവിടെ കുറവാണ്. പക്ഷേ എനർജി ഇത് നോക്കിയേ, എനർജിയുടെ കേസ് നോക്കിയേ, കണ്ടോ? എനർജി അത് ഓർത്തോണം കേട്ടോ. എനർജിയും വേവ് ലെന്തുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ റേഡിയോ വേവ്സിന് എനർജി ലോ വേവ് ആണ് കേട്ടോ. ഗാമ റേ എന്ന് പറഞ്ഞാൽ ഹൈ എനർജി ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതാം? ഏത് രീതിയിൽ അറേഞ്ച് ചെയ്ത് എഴുതാം? അസെൻഡിങ് ഓർഡർ ഓഫ് വേവ് ലെന്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പം വേവ് ലെന്ത് കൂടുന്നതനുസരിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഗാമ റേ കേട്ടോ. ആദ്യമേ നമുക്ക് ഗാമ റേക്ക് വേവ് ലെന്ത് കുറവാണ്. പിന്നെ എക്സ്റേ ഇല്ല, എക്സ്റേക്ക് കുറവാണ്. പിന്നെ UV, പിന്നെ എന്താണ്? വിസിബിൾ ലൈറ്റ് അല്ലേ? വിസിബിൾ ലൈറ്റ്, ദെൻ പിന്നെ IRAs, ദെൻ റേഡിയോ വേവ്സിനാണ്
ഏറ്റവും കൂടുതൽ വേവ് ലെന്തിന്റെ ഓർഡറിൽ എഴുതാനാ, വേവ് ലെന്ത് കൂടുന്നതനുസരിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം റേഡിയോ വേവ്സിനാണ് വേവ് ലെന്ത് കൂടുതൽ. കൃത്യമല്ല, പക്ഷെ ഇവിടെ ഓർത്തോണം വേവ് ലെന്ത് റേഡിയോ വേവ്സിന് കൂടുതലാണ്, പക്ഷെ എനർജി എങ്ങനെയാണ്, കുറവാണ്. അത് ഓർത്തോണം കേട്ടോ. അപ്പം റേഡിയോ വേവ്സിന്റെ പ്രത്യേകതകൾ ഓർത്തോണം. റേഡിയോ വേവ്സിന് എങ്ങനെയാണ്, വേവ് ലെങ്ത് കൂടുതലാണ്. എനർജി കേട്ടോ, എനർജി എങ്ങനെയാണ്, എനർജി കുറവാണ് അല്ലെ, എനർജി കുറവാണ്. അപ്പൊ അങ്ങനെ ചോദിക്കാം കേട്ടോ, എനർജി കുറവുള്ള വേവ് ഏതെന്ന് ചോദിക്കാം. ഏതാണ്, റേഡിയോ വേവ് ആണ്. പക്ഷെ അതിന് വേവ് ലെങ്ത് എങ്ങനെയാണ്, കൂടുതലാണ്. മനസ്സിലായല്ലോ? അതായത് ലോങ്സ്റ്റ് വേവ് ലെന്ത് കൂടുതലാണ്. ലോങ്സ്റ്റ് വേവ് ലെന്ത് റേഡിയോ വേവ് ആണ്. ഇനി ഗാമാറേയോ, ഗാമാറേക്ക് എങ്ങനെയാണ്, ഗാമാറേക്ക് വേവ് ലെന്ത് എങ്ങനെയാണ്, കുറവാണ് അല്ലെ, ഷോർട്ടസ്റ്റ് എന്ന് പറയാം. ഷോർട്ടസ്റ്റ് ഇവിടെ വേവ് ലെന്ത് ലോങ്സ്റ്റ് എന്ന് പറയാം അല്ലേ. പക്ഷെ എനർജി എങ്ങനെയാണ്, എനർജി അവിടെ കൂടുതലാണ് അല്ലെ. എനർജി എങ്ങനെയാണ്, ഹയസ്റ്റ് എനർജി എന്ന് പറയാം അല്ലെ. എനർജി ഹയസ്റ്റ് ആണ്. ഇവിടെ എനർജി എങ്ങനെയാണ്, ഇവിടെ ലോവസ്റ്റ് എനർജി ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. റേഡിയോ വേവ്സ് തൊട്ട് ഗാമാ റേസ് തൊട്ട് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ഒന്നുകിൽ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡറിൽ പഠിച്ചു, വേവ് ലെന്ത് കൂടുന്നതനുസരിച്ച് പഠിച്ചു, അതിന്റെ ഓപ്പോസിറ്റ് ആണ് എനർജി എന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഗാമാ റേക്ക് വേവ് ലെന്ത് കുറവാണ്, പക്ഷെ അവിടെ എങ്ങനെയാണ്, എനർജി ഇല്ലേ, എനർജി കൂടുതലാണ്. റേഡിയോ വേവ്സിന് വേവ് ലെന്ത് കൂടുതലാണ്, പക്ഷെ എനർജി എങ്ങനെയാണ്, കുറവാണ്. ക്ലിയർ ആയല്ലോ? ദാറ്റ് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. അപ്പൊ നമ്മുടെ മഴവില്ലിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. മഴവില്ല് എവിടെ ഉണ്ടാകുന്നു നമ്മൾ കണ്ടു ഇല്ലേ. മഴവില്ല് ഏത് ദിശയിലാണ് ഉണ്ടാകുന്നത്, മഴവില്ല് ഉണ്ടാകുന്നെങ്കിൽ സണ്ണിന്റെ പൊസിഷൻ എവിടെയാന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ മഴവില്ല് ഫോം ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് അത് പോയിന്റുകളാണ്. പിന്നെ കളേഴ്സ് റീകമ്പൈൻ ചെയ്യുന്നത് കേട്ടോ, അതൊക്കെ ചോദിക്കും. എങ്ങനെയാണ് റീകമ്പൈൻ ചെയ്യുന്നതെന്ന് ചോദിക്കും. പിന്നെ എന്താണ് സൺലൈറ്റിലുള്ള റേഡിയേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കും കേട്ടോ. അതിൽ വൈറ്റമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന റേഡിയേഷൻ ഏതാണ്, ഹീറ്റ് ഏതൊക്കെയാണെന്ന് നമുക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ള മറ്റ് റേസുകൾ ഏതൊക്കെയാണ്, അതിനെ വേവ് ലെന്തിന്റെ ഓർഡറിലൊക്കെ അറേഞ്ച് ചെയ്യാനും നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കണുണ്ട്. പോയിന്റുകളൊക്കെ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം കൺഫ്യൂസിങ് ആകാതെ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ വീഡിയോ ഒന്ന് കാണുക കേട്ടോ. ഒന്നുകൂടെ കാണുക. പിന്നെയും ഡൗട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്തിട്ട് അവിടെ നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചാലേ ഉള്ളൂ. മിക്കപ്പോഴും മറ്റു പല കുട്ടികൾക്കും അറിയില്ലായിരിക്കും. അപ്പൊ അവർക്കും ഒക്കെ ഒന്ന് ക്ലിയർ ആയി കിട്ടത്തുള്ളൂ. അപ്പൊ മാക്സിമം ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയുണ്ട് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ. അപ്പൊ അതൊക്കെയായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.